ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ രണ്ട് വിശേഷങ്ങളാണ്. ഒന്ന്, നാളെ ലക്ഷ്മി പഞ്ചമിയാണ്. മറ്റൊന്ന്, നാളെ കാർത്തിക നക്ഷത്രമാണ്. എല്ലാ മാസവും കാർത്തിക നക്ഷത്രം വരുമ്പം എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. അപ്പം നാളത്തെ ദിവസം വളരെ ഓസ്പീഷ്യസ് ആണ്. ലക്ഷ്മി പഞ്ചമിയോടൊപ്പം തന്നെ കാർത്തിക നക്ഷത്രവും ചേർന്ന് വന്നിരിക്കുന്ന ദിവസം ഭഗവാൻ മുരുകനെയും മഹാലക്ഷ്മി ദേവിയെയും അവരുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നാളെ എന്താണ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. നാളെ രാത്രി 8:37 വരെയാണ് കാർത്തിക നക്ഷത്രം വരുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ബ്രഹ്മമുഹൂർത്തം മുതൽ രാത്രി 8:30 മുൻപിൽ ഏതൊരു സമയത്തും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, ഭഗവാൻ മുരുകനു മുൻപിൽ സാധാരണയായിട്ട് ഷഡ്കോണം വരച്ച ആ സമയത്ത് ദീപങ്ങൾ കൊളുത്തി പ്രാർത്ഥിക്കുന്നവർക്ക് അത് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ഭഗവാനു മുൻപിൽ ഒരേ ഒരു നെയ് ദീപം കൊളുത്തി വെക്കണം. കൊളുത്തി വെച്ചതിന് ശേഷം 6 1 രൂപ നാണയങ്ങൾ നമ്മൾ കയ്യിലെടുക്കണം. 6 1 രൂപ 6 കാർത്തിക പെൺകൊടികളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ 6 1 രൂപ നാണയം നമ്മൾ കയ്യിലെടുത്ത് നമുക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം ഭഗവാൻ മുരുകനോട് പ്രാർത്ഥിക്കണം. ശേഷം ഓം കാർത്തികേയായ നമ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് ഓരോ നാണയങ്ങളും ആ ദീപത്തിനടുത്തായിട്ട് വെക്കുക. ഭഗവാൻ മുരുകനെ നമ്മൾ കാർത്തികേയനായിട്ട് കാണുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് 6 കാർത്തിക പെൺകൊടികൾ ഭഗവാനെ എടുത്തു വളർത്തിയത് കൊണ്ടാണ്. അപ്പോൾ ഓം കാർത്തികേയായ നമ എന്ന് പറഞ്ഞ് ഓരോ നാണയങ്ങളായിട്ട് നമ്മൾ ആ ഒരു ദീപത്തിൻ്റെ അടുത്ത് വെക്കണം. 6 ദീപങ്ങൾ കൊളുത്തിയിട്ടുള്ളവരാണെങ്കിൽ ഓരോ ദീപത്തിൻ്റെ അടുത്തും ഈ നാണയങ്ങൾ നമ്മൾ വെക്കണം. അതിന് ശേഷം വേലും മയിലും സേവലും തുണി ഈ ഒരു മന്ത്രം 27 പ്രാവശ്യം ചൊല്ലണം. ഒരുപാട് പേർക്ക് ഈ ഒരു മന്ത്രം എഴുതി കാര്യങ്ങൾ സാധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയവും കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം 27 പ്രാവശ്യം ചൊല്ലാം. വേല് മയില് സേവല് തുണി ഇത് പറയുമ്പം നമ്മളത് കാണണം. ഭഗവാന്റെ കൊടിയിലുള്ള ആ ഒരു സേവല് കോഴി, അതേപോലെ വേല് മയിൽ, ഇത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം വേലും മയിലും സേവലും തുണി എന്നുള്ളത് ചൊല്ലാനായിട്ട്. അതിനുശേഷം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഭഗവാനോട് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. ഒപ്പം തന്നെ 6 കാർത്തിക പെൺകൊടികളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരോടും കൂടിയിട്ട് നമ്മൾ ഈ ഒരു പ്രാർത്ഥന മനസ്സിൽ പ്രാർത്ഥിക്കണം. ശേഷം ധൂപദീപ ആരതി എടുത്ത് ഭഗവാന് നിവേദ്യമായിട്ട് തേന്, പഞ്ചാമൃതം, പഴം അങ്ങനെയുള്ള എന്താണോ ഉള്ളത് അതും വെച്ച് കർപ്പൂര ആരതിയും എടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കണം. ഇതുവഴി നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കാര്യസാധ്യം ലഭ്യമാകുന്നതാണ്. അടുത്ത കാര്യം, നാളെ ലക്ഷ്മി പഞ്ചമിയാണ്. ചൈത്രമാസം ആരംഭിച്ചിട്ട് വരുന്ന ശുക്ലപക്ഷ 5ാമത്തെ തിഥിയാണ് ലക്ഷ്മി പഞ്ചമിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നാളെ കാർത്തിക നക്ഷത്രത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ലക്ഷ്മി പഞ്ചമി വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുമാത്രവുമല്ല, നവരാത്രിയിലാണ് ഈ പ്രാവശ്യം ലക്ഷ്മി പഞ്ചമി വന്നിരിക്കുന്നതെന്നുള്ളത് വേറൊരു ഏറ്റവും നല്ല മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അതിൽ തന്നെ നവരാത്രിയുടെ ആദ്യത്തെ 3 ദിവസങ്ങൾ നമ്മൾ ദുർഗാഭാവത്തിലും അടുത്ത 3 ദിവസങ്ങൾ ലക്ഷ്മി ഭാവത്തിലും ആണല്ലോ പ്രാർത്ഥിക്കുക. അപ്പം അടുത്ത 3 ദിവസങ്ങളിൽ ലക്ഷ്മി ഭാവത്തിൽ തന്നെയാണ് ഈ ഒരു ലക്ഷ്മി ജയന്തിയും വന്നു ചേർന്നിരിക്കുന്നത്. ഈ ഒരു ദിവസം നമ്മൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചാൽ സ്ഥിര നിവാസം നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവി ഉറപ്പാക്കും. കഴിഞ്ഞ വർഷം ഞാൻ എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് തന്നെ ഒരു വീഡിയോ കാണിച്ചിരുന്നു. അന്ന് എനിക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടിയതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. ആ വീഡിയോ ഒക്കെ ഉണ്ട്, പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അന്ന് ആ പൂജ അതേപോലെ ചെയ്ത് ഒരുപാട് പേർക്ക് ഫലവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മറ്റൊന്നുമില്ല, വെറും 5 പ്രാവശ്യം മാത്രം നിങ്ങൾ ലക്ഷ്മി ദേവിയുടെ ഒരു മന്ത്രം ചൊല്ലണം. മന്ത്രം ചൊല്ലുമ്പോൾ ഞാൻ ഈ പറയുന്ന വസ്തുവും കൂടി സമർപ്പിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് മുൻപിൽ മന്ത്രം ചൊല്ലുക എന്നുള്ളതാണ്. ഈ ഒരു ദിവസം പഞ്ചമി തിഥിയുടെ ആരംഭമെന്ന് പറയുന്നത് ഇന്ന് ഞായറാഴ്ച രാത്രി 9:30 കൂടി ആരംഭിച്ചിട്ട് നാളെ 6:30 കൂടിയിട്ടാണ് പഞ്ചമി തിഥി അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം
ബ്രഹ്മമുഹൂർത്തത്തിലോ അല്ലെങ്കിൽ നാളെ വൈകിട്ട് 5:30 മുതൽ 6:30 ആണ് ഈ ഒരു ലക്ഷ്മി പൂജ ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠം. സാധാരണ ലക്ഷ്മി പൂജ എപ്പോഴും സന്ധ്യയ്ക്ക് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ 5:30 to 6:30 ആ ഒരു സമയം സെലക്ട് ചെയ്യണം. മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയാണോ വിഗ്രഹമാണോ എന്താണോ ഉള്ളത് അത് എടുക്കണം. അഭിഷേകം ചെയ്യുന്നവരൊക്കെ പഞ്ചാമൃതം കൊണ്ടും പനിനീര് കൊണ്ടുമൊക്കെ അഭിഷേകം ചെയ്യണം. ഫോട്ടോയാണെങ്കിൽ പനിനീര് കൊണ്ട് തുടച്ച് മുല്ലപ്പൂക്കളുടെ സീസൺ ആയതുകൊണ്ട് തന്നെ മണമുള്ള മുല്ലപ്പൂക്കൾ കൊണ്ട് ലക്ഷ്മി ദേവിയെ അലങ്കരിക്കണം. അത് കിട്ടാത്തവർ ലഭ്യമായിട്ടുള്ള പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിക്ക് മുൻപിൽ 5 നെയ് ദീപങ്ങൾ കൊളുത്തി വെക്കണം. പഞ്ചമി തിഥിയിൽ ലക്ഷ്മി പഞ്ചമിയായിട്ട് ആചരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ 5 നെയ് ദീപങ്ങൾ കൊളുത്തുന്നത്. അതോടൊപ്പം തന്നെ നെയ് ദീപങ്ങളുടെ ഡയറക്ഷൻ വടക്കോട്ടായിരിക്കണം. മഹാലക്ഷ്മി ദേവി ഫേസ് ചെയ്യുന്നത് കിഴക്കോട്ടും അമ്മയ്ക്ക് മുൻപിൽ കൊളുത്തി വെച്ചിരിക്കുന്ന ദീപങ്ങളുടെ ഡയറക്ഷൻ വടക്കോട്ടുമായിരിക്കണം. ദീപം തെളിയിച്ചതിന് ശേഷം നമുക്ക് അതിൽ ഓരോ ഏലയ്ക്ക വെച്ചിടാവുന്നതാണ്. ഒപ്പം തന്നെ കുറേശ്ശെ പച്ചക്കർപ്പൂരം കൂടി ആ ഒരു ദീപത്തിൽ പൊടിച്ചു ചേർക്കണം. കാരണം ഈ ഒരു സുഗന്ധം ലക്ഷ്മി ദേവിയെ സ്ഥിര നിവാസം ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ ഒരു യെല്ലോ കളറിലെ ക്ലോത്ത് എടുത്തിട്ട് 5 ഏലയ്ക്ക, 5 ഗ്രാമ്പു, 5 പച്ചക്കർപ്പൂരം, 5 ജാതിക്ക, 5 കൂവളത്തിൻ്റെ ഇല, 3 ഇതളുകളോട് കൂടിയ 5 കൂവളത്തിൻ്റെ ഇല, ഇത്രയും ഒരു കിഴിയായിട്ട് കെട്ടി മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയാണോ വിഗ്രഹമാണോ ഉള്ളത് അതിൻ്റെ അടുത്തായിട്ട് വെക്കണം. ഇത് അടുത്ത ലക്ഷ്മി ജയന്തി വരെ നമ്മുടെ വീട്ടിലോട്ട് ധനവരവിനെ കുറിക്കുന്ന ഒന്നാണ്. ഇതെല്ലാം പുതിയത് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പച്ചക്കർപ്പൂരവും ജാതിക്കായും ഏലക്കായും ഗ്രാമ്പൂവും ഇല കിട്ടാനില്ലാത്ത ഒരുപാട് പേരുണ്ടെന്നറിയാം. അങ്ങനെയുള്ളവർക്ക് കറുവാപ്പട്ട നീളത്തിലുള്ളത് ചെറുതാക്കി ഒടിച്ചൊടിച്ച് 5 എണ്ണമാക്കി എടുത്താലും മതിയാവും. അല്ലെങ്കിൽ തുളസിയില, ഇതിലെന്താണോ ഉള്ളത് അതെടുത്താൽ മതിയാവും. ഇതെല്ലാം കൂടി ഒന്നിച്ചൊരു കിഴിയായിട്ട് കെട്ടി മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് അടുത്തായിട്ട് നമ്മൾ വെക്കുന്നു. അതിനുശേഷം 5 പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം വളരെ എളുപ്പമുള്ള മഹാലക്ഷ്മിയുടെ പവർഫുള്ളായിട്ടുള്ള മഹാലക്ഷ്മി അഷ്ടകമാണ്. നമസ്തേസ്തു മഹാമായേ എന്ന് തുടങ്ങുന്ന മഹാലക്ഷ്മി അഷ്ടകം 5 പ്രാവശ്യം ചൊല്ലണം. ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും ഓരോ താമരപ്പൂവ് ദേവിക്ക് സമർപ്പിക്കാൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമമാണ്. അങ്ങനെ അല്ലെങ്കിൽ 5 റോസാപ്പൂവ്, 5 മുല്ലപ്പൂവ്, 5 ചെമ്പകപ്പൂവ്, ഇങ്ങനെയുള്ളത് എന്താണോ കിട്ടുന്നത് അത് സമർപ്പിക്കണം. ഓരോ പ്രാവശ്യവും നമ്മൾ ചൊല്ലി അമ്മയെ നമസ്കരിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാനായിട്ടും. ഇത് 5 പ്രാവശ്യം ചൊല്ലി നമ്മൾ പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്ഥിര നിവാസം തീർച്ചയായും മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മൾ അമ്മയെ അതുപോലെ കരുതലോടുകൂടി കൊണ്ടുപോവുകയും വേണം. ചഞ്ചലയാണ് മഹാലക്ഷ്മി. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മ പോവാനായിട്ടധികം താമസമൊന്നുമില്ല. ലക്ഷ്മി ദേവി സ്ഥിരനിവാസം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് സന്തോഷം, സമാധാനം, ഐശ്വര്യം, വളരെ പെട്ടെന്നുള്ള ധനവരവ്, ഇതൊക്കെയാണ്. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ദേവിയെ സ്ഥിരമായിട്ട് വീട്ടിൽ നിലനിർത്താനായിട്ടും കൂടിയിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം അമ്മയ്ക്ക് നമ്മൾ പുഷ്പാഭിഷേകം ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന പുഷ്പങ്ങളെല്ലാം കൂടി ഒന്നിച്ച് മിക്സാക്കി അടുത്ത് വെച്ചിരിക്കുക. ഈ ഒരു 5 പ്രാവശ്യം മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലിയതിന് ശേഷം നമ്മുടെ 2 കൈകൾ കൊണ്ടും ഈ പുഷ്പങ്ങളെടുത്ത് ഓം ശ്രീം ശ്രീയേ നമഃ എന്നുള്ള മന്ത്രം 5 പ്രാവശ്യം ചൊല്ലി മഹാലക്ഷ്മി ദേവിയുടെ മുഖത്തിന് 2 പ്രാവശ്യം നമ്മൾ ചുറ്റുന്നു. കാൽപാദത്തിന് 2 പ്രാവശ്യം ചുറ്റുന്നു. അമ്മയെ മൊത്തമായിട്ട് 1 പ്രാവശ്യം ചുറ്റി ആ പുഷ്പങ്ങൾ കൊണ്ട് അമ്മയെ അഭിഷേകം ചെയ്യുന്നു. അതായത് അമ്മയ്ക്ക് മുകളിലോട്ട് നമ്മൾ ഇടുന്നു. അതിപ്പം വിഗ്രഹമാണെങ്കിലും ഫോട്ടോയാണെങ്കിലും മുകളിലോട്ട് ഇടുക. അതായത് അമ്മയെ നമ്മൾ പുഷ്പങ്ങൾ കൊണ്ടും കൂടിയിട്ട് അഭിഷേകം ചെയ്തു എന്നുള്ളൊരർത്ഥമാണ്. അതിനുശേഷം കൈകൾ കൂപ്പി തലകുനിച്ച് എൻ്റെ വീട്ടിൽ സ്ഥിരമായി വസിക്കണമെന്നും എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും തരണമെന്നും പ്രാർത്ഥിച്ച് ധൂപദീപ ആരതി എടുക്കുന്നു. നിവേദ്യമായിട്ട് നിങ്ങൾക്ക് എത്ര വസ്തുക്കൾ വേണമെങ്കിലും വെക്കാം. ഞാനിവിടെ എണ്ണ ഒന്നും പറയുന്നില്ല. പക്ഷേ തേൻ തീർച്ചയായിട്ടും സമർപ്പിക്കണം. ഒപ്പം തന്നെ വെറ്റില പാക്ക്, പഴം, പാല് കാച്ചിയത്. ഇതിനോടൊപ്പം നമുക്ക് പൈനാപ്പിൾ വെക്കാം, മാതള നാരങ്ങ വെക്കാം, പാൽപ്പായസം വെക്കാം. അങ്ങനെയുള്ള നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ വെക്കാം. എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ്, ലഡു, ജിലേബി പോലെയുള്ള സ്വീറ്റ്സ് വാങ്ങിച്ച് വെക്കാവുന്നതാണ്. പിന്നെ നട്ട്സ് വെക്കാം, അതും വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യം നാളത്തെ ദിവസം ചെയ്യണം.
ശേഷം കർപ്പൂര ആരതി, പഞ്ച ആരതി എടുക്കാൻ പറ്റുന്നവരൊക്കെ പഞ്ച ആരതി എടുക്കാനായിട്ട് നോക്കുക നാളെ. അതായത് ഒരു ചെറിയ വിളക്കിലോ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചെറിയ കോപ്പറിൻ്റെയോ ബ്രാസിൻ്റെയോ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നെയ്യിൽ മുക്കിയ തിരി അതിൽ വെക്കുക. നിരത്തി ഇങ്ങനെ ഒരേ ലെവലായിട്ട് വെച്ചിട്ട് അത് കൊളുത്തി അതുകൊണ്ട് പഞ്ച ആരതി ദീപാരതി എടുക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതും നമുക്ക് നാളെ എടുക്കാവുന്നതാണ്. ശേഷം വീണ്ടും മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കുക സകല ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. ഇത് നാളത്തെ ദിവസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യമൊന്ന് ചെയ്യാൻ ശ്രമിക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.